ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നലെ ബിഗ് ബോസിലെ ഒരു എപ്പിസോഡിനകത്ത് ഒരു വാക്ക് ലാലേട്ടൻ സൂചിപ്പിക്കുകയുണ്ട്. ചക്രവ്യൂഹം എന്നത് അവിടുത്തെ കണ്ടസ്റ്റൻസിൽ പലർക്കും അതിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. ഈ ചക്രവ്യൂഹം എന്ന വാക്ക് മഹാഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാൽ ഒരു വീഡിയോയായി ചെയ്താലോ എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ആ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ള ലാലേട്ടൻ ചോദിക്കുന്ന ആ ഒരു ദൃശ്യമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചക്രവ്യൂഹം എന്താണെന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ സൈനിക രൂപീകരണങ്ങളിലൊന്നാണ് ചക്രവ്യൂഹം. ഈ രൂപീകരണം ശക്തമായ ഒരു യുദ്ധതന്ത്രം മാത്രമല്ല, മഹാഭാരതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായതും വിരോചിതവുമായ കഥകളിൽ ഒന്നിൻ്റെ താക്കോൽ കൂടിയാണ്. ചക്രവ്യൂഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യമായ പൂർണ്ണമായ അറിവ് തനിക്കില്ലെന്നറിഞ്ഞിട്ടും അതിൽ പ്രവേശിച്ച് അപാരമായ ധൈര്യം പ്രകടിപ്പിച്ച അർജുനൻ്റെ മകനാണ് അഭിമന്യു. ചക്രവ്യൂഹത്തിന് മറ്റൊരു പേരു കൂടിയുണ്ട്, പത്മവ്യൂഹം എന്നത് പുരാതന ഇന്ത്യൻ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേകതരം സൈനിക രൂപീകരണമാണ്. ഇത് ഒരു ചക്രത്തിൻ്റെയോ താമരപ്പൂവിൻ്റെയോ ആകൃതിയിലാണ്. വൃത്താകൃതിയിൽ ഒന്നിലധികം പാളികളിലായി പടയാളികളെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ രൂപീകരണത്തിലെ പടയാളികൾ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നതിനാൽ ശത്രുവിന് എവിടെ ആക്രമിക്കണമെന്ന് എങ്ങനെ കടന്നു കയറണമെന്നും കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു യോദ്ധാവ് അതിൽ പ്രവേശിച്ചാലും എളുപ്പത്തിൽ കുടുങ്ങിപ്പോകുന്ന വിധത്തിലാണ് ചക്രവ്യൂഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചക്രവ്യൂഹത്തിൽ വിജയകരമായി കടന്ന് ജീവനോടെ പുറത്തു വരാൻ ഒരു യോദ്ധാവ് രൂപകൽപ്പനയിൽ പ്രവേശിക്കുന്നതിനും പുറത്തു കടക്കുന്നതിനുമുള്ള കൃത്യമായ തന്ത്രം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ അറിവ് അപൂർവമായിരുന്നു. പാണ്ഡവരുടെ നായകനായ അർജുനനെ പോലുള്ള ചുരുക്കം ചില വൈദഗ്ധ്യമുള്ള യോദ്ധാക്കൾക്ക് മാത്രമേ ചക്രവ്യൂഹത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നതിനുള്ള തന്ത്രം അറിയുകയുള്ളായിരുന്നു. മഹാഭാരതത്തിലെ കേന്ദ്ര സംഭവമായ കുരുക്ഷേത്ര യുദ്ധം, പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ആ യുദ്ധത്തിൻ്റെ 13-ാം ദിവസം ചക്രവ്യൂഹം നിർണായക പങ്ക് വഹിക്കുന്നു. ഈ ദിവസം പാണ്ഡവരെ കുടുക്കിലിട്ട് പരാജയപ്പെടുത്താൻ കൗരവർ ചക്രവ്യൂഹത്തെ ഒരു യുദ്ധതന്ത്രമായി ഉപയോഗിച്ചു. പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരനെ പിടികൂടാനോ കൊല്ലാനോ ആണ് ചക്രവ്യൂഹം ഉപയോഗിക്കാനായിട്ട് സൈന്യാധിപനായ ദ്രോണാചാര്യരുടെ നേതൃത്വത്തിലുള്ള കൗരവ സൈന്യം തീരുമാനിച്ചത്. യുധിഷ്ഠിരനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ യുദ്ധം ജയിക്കാമെന്ന് കൗരവർ വിശ്വസിച്ചു. എന്നിരുന്നാലും ഈ രൂപീകരണം എങ്ങനെ തകർക്കണമെന്ന് പാണ്ഡവരുടെ പക്ഷത്തുള്ള ഒരേ ഒരു യോദ്ധാവ് അർജുനന് മാത്രമായിരുന്നു അറിയാവുന്നത്. ഈ പ്രത്യേക ദിവസം അർജുനൻ വളരെ അകലെയായിരുന്നു. കൗരവ യോദ്ധാക്കൾ അവനെ യുദ്ധകളത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ആകർഷിച്ചു. അർജുനൻ ഇല്ലാതിരുന്നതിനാൽ പാണ്ഡവർ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരുന്നു. ചക്രവ്യൂഹത്തിൽ എങ്ങനെ പ്രവേശിക്കണമെന്ന് കുറിച്ച് അറിവുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി അർജുനൻ്റെ മകനായ അഭിമന്യു ആയിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നിൽ വേറെ ഒരു കഥയുണ്ട്. അർജുനൻ്റെ പുത്രന് ഇതിൽ പ്രവേശിക്കാൻ മാത്രമേ അറിയുകയുള്ളായിരുന്നു. കുരുക്ഷേത്ര യുദ്ധസമയത്ത് അഭിമന്യുവിന് 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഇതിനകം തന്നെ തൻ്റെ ധീരതയ്ക്കും അസാധാരണമായ പോരാട്ട വൈദ്യത്തിനും പേര് കേട്ടവനായിരുന്നു. ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കാൻ അറിയാമെങ്കിലും ചക്രവ്യൂഹത്തിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കണമെന്ന് അഭിമന്യുവിന് അറിയുകയില്ലായിരുന്നു. ചക്രവ്യൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകട സാധ്യതയെപ്പറ്റി നല്ല ബോധ്യമുണ്ടായിരുന്നിട്ടും ധീരനായ അഭിമന്യു ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കുകയും
ഒരുപാട് നേരം നിരായുധനായിരുന്നിട്ട് പോലും അഭിമന്യു തൻ്റെ രഥങ്ങളുടെ ചക്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് എതിരാളിയെ എതിർത്ത് നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒടുവിൽ കൗരവർ അഭിമന്യുവിനെ കീഴടക്കുകയാണ്. അങ്ങനെ അഭിമന്യു കൊല്ലപ്പെടുകയും ചെയ്യും. യുദ്ധ നിയമങ്ങൾ ലംഘിച്ച് അന്യായ തന്ത്രങ്ങളുടെ ഫലമായാണ് അഭിമന്യുവിൻ്റെ മരണം സംഭവിക്കുന്നത്. അഭിമന്യുവിൻ്റെ ധൈര്യവും നിസ്വാർത്ഥതയും ആണ് അദ്ദേഹത്തിനെ വീരനാക്കിയത്. അതോടുകൂടി ചക്രവ്യൂഹത്തിൻ്റെ മഹാഭാരതത്തിലെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും ചക്രവ്യൂഹം എന്ന വാക്കിനെ നിസ്സാരമായിട്ടും ഉള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഒത്തിരി പേരുടെ ഇടയിൽ എന്ത് ചെയ്യണം അറിയാതെ അകപ്പെട്ടു പോകുന്ന അവസ്ഥയെ നമ്മൾ ഉദാഹരണമായി പറയും ചക്രവ്യൂഹത്തിൽ പെട്ടുപോയോ എന്ന്. അതാണ് ഈ സന്ദർഭത്തിൽ ലാലേട്ടൻ ഉദ്ദേശിച്ചത്. നെവിനോട് ചോദിക്കുന്ന സന്ദർഭമാണ് ഇതിൽ ഇത്രയും അർത്ഥതലത്തിൽ എത്തിക്കാൻ സാധിച്ചത്. ചക്രവ്യൂഹത്തെപ്പറ്റി അറിയാത്തവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയാണ് ഇതിനെപ്പറ്റി ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആരായെന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി 2 വീക്സ് മാത്രമേ അത് ബാക്കി നിൽക്കുന്നുള്ളൂ. ഓക്കെ, ബൈ, സീ യു.